നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെയുള്ള പോലീസ് നടപടിയിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യമാണെന്ന് സുപ്രീം കോടതി. രാജ്യത്തൊട്ടാകെ നടന്ന അക്രമങ്ങളെ സംബന്ധിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയ അന്വേഷണം നടത്തണം. പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് അറസ്റ്റിലായ ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരെയും 18 വയസ്സിൽ താഴെയുള്ളവരെയും ഉടൻ തന്നെ വിട്ടയക്കാനും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചു. പോലീസിന് നേരെയും ആക്രമണമുണ്ടായി എന്നതടക്കമുള്ള എല്ലാ ആരോപണങ്ങളിലും നിഷ്പക്ഷവും സ്വതന്ത്രവുമായ അന്വേഷണം ആവശ്യമാണ്. ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നിയമപ്രകാരം അതിനുള്ള നടപടിയെടുക്കാം. സമിതിയുടെ രൂപീകരണം സംബന്ധിച്ച് പിന്നീട് അറിയിക്കുമെന്നും കോടതി പറഞ്ഞു. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ, കേരളം, ഉത്തർപ്രദേശ്, അസം, പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർക്ക് സുപ്രീം കോടതി നോട്ടീസ് നൽകി. പ്രതിഷേധക്കാർക്കെതിരായ പോലീസ് നടപടിയെക്കുറിച്ചുള്ള ഒരു കൂട്ടം ഹർജികളിൽ വാദം കേൾക്കുന്നതിനിടെയാണ് കോടതിയുടെ പരാമർശം. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി, ജസ്റ്റിസ് വി മോഹന എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. NDA പാർലമെന്ററി പാർട്ടി യോഗം മംഗൾ മിലൻ ഇന്ന് രാവിലെ ന്യൂഡൽഹിയിൽ ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ, NDA പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിൽ NCP-I MPമാരും പങ്കെടുത്തു. പരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച പാർലമെന്റിൽ ആരംഭിക്കുന്നതിന് മുന്നോടിയായി നടന്ന യോഗത്തിൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. പാർലമെന്റ് ലൈബ്രറിയിലുള്ള GMC ബാലയോഗി ഓഡിറ്റോറിയത്തിലായിരുന്നു യോഗം.